12 ദിവസത്തെ സംഘർഷം അവസാനിപ്പിച്ചുകൊണ്ട് ഇറാൻ ഇസ്രയേൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും ആക്രമണം തുടർന്ന ഇറാനും ഇസ്രയേലും ആശങ്ക സൃഷ്ടിച്ചെങ്കിലും പശ്ചിമേഷ്യ കഴിഞ്ഞ മണിക്കൂറുകളിൽ ശാന്തമാണ്. ഇറാനെതിരെ ചരിത്ര വിജയം നേടിയെന്ന് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും മഹത്തായ വിജയമെന്ന് ഇറാനിയൻ പ്രസിഡന്റും ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പ്രഖ്യാപിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപനത്തോടെ ആഹ്ലാദത്തിലാണ് ടെഹ്റാന്റെ തെരുവുകളും. ജൂൺ 13 ഇസ്രയേൽ നടത്തിയ ഏകപക്ഷീയ ആക്രമണങ്ങളും ഇറാന്റെ തിരിച്ചടിയുമാണ് 12 ദിവസം നീണ്ട സംഘർഷത്തിലെത്തിയത്. ഒടുവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൊവ്വാഴ്ച വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. 6 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനമുണ്ടായത് ഇന്ത്യൻ സമയം പുലർച്ചെ 3 മണിയോടെ. എന്നാൽ മണിക്കൂറുകളോളം നീണ്ട അനിശ്ചിതത്വത്തിന് ശേഷമാണ് ഇറാനും ഇസ്രയേലും വെടിനിർത്തൽ ഔദ്യോഗികമായി അംഗീകരിച്ചതായി സ്ഥിരീകരിക്കുന്നത്. എന്നാൽ ഇതിനും അധിക നേരം ആയുസ്സുണ്ടായില്ല. ഇറാൻ മിസൈൽ ആക്രമണം തുടരുന്നതായി റിപ്പോർട്ടുകൾ വന്നു. ആക്രമണം സ്ഥിരീകരിച്ച ഇസ്രയേൽ തിരിച്ചടിക്കുമെന്നും പ്രഖ്യാപിച്ചു. ഇരുപക്ഷവും പരസ്പരം വെടിനിർത്തൽ ലംഘനം ആരോപിച്ചു. ഇതോടെ ശകാര ഭാഷയുമായി രംഗത്തെത്തിയ ട്രംപ് ഇസ്രയേലിനോട് സംയമനം പാലിക്കണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടു. തന്റെ നിർദ്ദേശപ്രകാരം ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ തിരിച്ചു വിളിച്ചെന്നും ട്രംപ് പിന്നീട് അവകാശപ്പെട്ടു. I'm not happy with Israel. You know, when I say, okay, now you have 12 hours, you don't go out in the first hour and just drop everything you have on them. So I'm not happy with them. I'm not happy with Iran either. But I'm really unhappy if Israel's going out this morning because of one rocket that didn't land. തുടർന്നുള്ള മണിക്കൂറുകളിൽ സംഘർഷം അവസാനിച്ചുവെന്ന് ഇരുഭാഗവും പ്രഖ്യാപിച്ചു. 12 ദിവസത്തെ യുദ്ധം അവസാനിച്ചുവെന്നും മഹത്തായ വിജയം കൈവരിച്ചെന്നുമായിരുന്നു ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ പ്രഖ്യാപനം. വീരോചിതമായ ചെറുത്തുനിൽപ്പിന് ശേഷം ഒരു സന്ധി സ്ഥാപിക്കുന്നുവെന്ന് പെസഷ്കിയാൻ അറിയിച്ചു. ഇറാനെതിരെ ചരിത്ര വിജയമാണ് നേടിയതെന്നും യുദ്ധലക്ഷ്യങ്ങളെല്ലാം കൈവരിച്ചെന്നും വെടിനിർത്തലിന് ശേഷമുള്ള ആദ്യ പ്രസ്താവനയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇറാൻ ആണവ പദ്ധതി പുനരാരംഭിച്ചാൽ സംഘർഷം പുനരാരംഭിക്കുമെന്ന മുന്നറിയിപ്പോടെയായിരുന്നു പ്രതികരണം. അതേസമയം വെടിനിർത്തലിൽ ആഹ്ലാദ പ്രകടനവുമായി ടെഹ്റാന്റെ തെരുവുകളിൽ ജനക്കൂട്ടം ഒത്തുകൂടി. ഇസ്രയേൽ ആക്രമണങ്ങളിൽ 610 പേർ കൊല്ലപ്പെടുകയും 4746 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ അധികൃതർ അറിയിച്ചു. ഇറാന്റെ പ്രത്യാക്രമണങ്ങളിൽ ഇസ്രയേലിൽ 28 പേർ കൊല്ലപ്പെട്ടതായാണ് സ്ഥിരീകരണം. സംഘർഷത്തിന് താൽക്കാലിക അയവ് വന്ന പശ്ചാത്തലത്തിൽ ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള ഓപ്പറേഷൻ സിന്ധു ദൗത്യം അവസാനിപ്പിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ 2858 ഇന്ത്യക്കാരെയാണ് ദൗത്യം വഴി രാജ്യത്ത് തിരിച്ചെത്തിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.